ഹായ് ഗുഡ് മോർണിംഗ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13. ഇന്നത്തെ നമ്മുടെ UPSC പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് തമിഴ്നാട് നോട്ടിഫൈസ് 10 ആക്ട്സ് ആഫ്റ്റർ സുപ്രീം കോർട്ട് ഡീംസ് അസൻ ഇംപ്ലിസിറ്റ്. എന്താണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ആക്ച്വലി ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ബിൽസ് ഹാവ് ബിക്കം ലോ വിതൗട്ട് ദി പ്രസിഡന്റ്സ് ഓർ ഗവർണേഴ്സ് ഫോർമൽ അസെന്റ്. തമിഴ്നാട് ഗവൺമെന്റ് ഒരു ഹിസ്റ്ററിയാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. അതായത് 10 ബിൽസ് ലോ ആയി മാറിയിരിക്കുകയാണ് വിതൗട്ട് പ്രസിഡന്റ് ഓർ ഗവർണർ അസെന്റ്. സോ ഇതൊരു സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് പ്രകാരമാണ് ഈ ഒരു ബില്ല് ലോ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ആക്ടുകളെല്ലാം വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഗവർണറുടെ പവറിനെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾ കാര്യങ്ങൾ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആർട്ടിക്കിൾ 200 ആൻഡ് ആർട്ടിക്കിൾ 201. സോ എന്താണ് ആർട്ടിക്കിൾ 200? ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറുടെ അസെന്റിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ആണ് 200. സോ ഈ ഒരു ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറുടെ പവർ ഗിവ് അസെന്റ്, വിത്ത്ഹോൾഡ് അസെന്റ്, റിട്ടേൺ ബിൽ എക്സെപ്റ്റ് മണി ബിൽ. മണി ബില്ല് റിട്ടേൺ ചെയ്യാനുള്ള അതോറിറ്റി ഗവർണർക്കില്ല. സോ റിസർവ് ഫോർ പ്രസിഡന്റ്. മണി ബില്ലിന്റെ കേസിൽ മണി ബില്ല് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, മസ്റ്റ് ആയിട്ട് കൺസെന്റ് കൊടുത്തിരിക്കണം. ഫോർ ദിസ് ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഫോർ ആക്ഷൻ. സോ 2024 സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് പ്രകാരം ഡിലേ ഇൻ അസെന്റ് ക്യാൻ ലീഡ് ടു ഡീംഡ് അസെന്റ്. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 200 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 201 പ്രകാരം പ്രസിഡന്റിന്റെ അസെന്റിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 201. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ആക്ഷൻസ് അത് പെർട്ടിക്കുലർ ഹൈക്കോർട്ടിന്റെ ഒക്കെ ഒരു പവറിനെ എഫക്ട് ചെയ്യുമെന്ന് ഗവർണർക്ക് തോന്നുന്ന സിറ്റുവേഷനിൽ ആ ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഗവർണറിന് അയക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു സിറ്റുവേഷനിൽ പ്രസിഡന്റ് ക്യാൻ ഗീവ് അസെന്റ്. ഒന്നുകിൽ പ്രസിഡന്റിന് അസെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് അസെന്റ്, റിട്ടേൺ ചെയ്യാനായിട്ട് റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ ഒരിക്കൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോ ടൈം ലിമിറ്റ് സ്പെസിഫൈഡ്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 201 അണ്ടറിൽ വരുന്നത്. സോ ഇതിപ്പോ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. മെയിൻസിലും ഈ ന്യൂസ് ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. മെയിൻസിലെ GS 2 ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസിൽ GS 2 വരുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ് പ്രസിഡന്റ് ought to consult സുപ്രീം കോർട്ട് ഓൺ ബിൽസ് റെഫേർഡ് ബൈ ഗവർണർ. നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ന്യൂസ് ആണിത്. സോ എന്താണ് ഈ ഒരു ന്യൂസിന്റെ ബേസ് എന്ന് പറയുന്നത്? തമിഴ്നാട് ഗവൺമെന്റ് ഫയൽ ചെയ്ത ഒരു റിട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോർട്ട് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു കേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് ആണ്. ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്രസിഡന്റിന് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തു. പ്രസിഡന്റ് അസെന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഡെഡ് ലൈൻ സുപ്രീം കോർട്ട് സെറ്റ് ചെയ്തു. ആ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 3 months ആണ്. എപ്പോഴാണോ ഗവർണർ പ്രസിഡന്റിനെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ആ ബില്ല് അയക്കുന്നത്, ആ ഒരു ടൈം പീരീഡ് മുതലാണ് ഈ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിലേ സംഭവിക്കുകയാണെങ്കിൽ ഡിലേ മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദി സ്റ്റേറ്റ് എന്നാണ് സുപ്രീം കോർട്ട് ഈ ഒരു വേർഡിക്റ്റിൽ പറയുന്നത്. സോ ഇതില് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലില് ഒരു ജുഡീഷ്യൽ അഡ്വൈസ് കിട്ടാനുള്ള, അതായത് ഗവർണറിന് ജുഡീഷ്യൽ അഡ്വൈസ് കിട്ടാനുള്ള ഒരു പ്രൊസീജിയർ, ഒരു സിസ്റ്റം ലാക്ക് ചെയ്യുന്നുണ്ട്, ഒരു മെക്കാനിസം ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സുപ്രീം കോർട്ടിനെ അല്ലെങ്കിൽ കോർട്ടിനെ ഒരു ജുഡീഷ്യൽ അഡ്വൈസിന് വേണ്ടി കൺസൾട്ട് ചെയ്യുന്നതിന്റെ നീഡ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു വേർഡിക്റ്റിന്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട് പറയുന്നത്. സോ അതിൽ പ്രസിഡന്റിന് എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ അഡ്വൈസ് കിട്ടുന്നത്? ആർട്ടിക്കിൾ 143 അണ്ടറിലാണ് പ്രസിഡന്റിന് ഒരു പെർട്ടിക്കുലർ ബില്ലില് ജുഡീഷ്യൽ അഡ്വൈസ് കാര്യങ്ങൾ കിട്ടുന്നത്. ആർട്ടിക്കിൾ 143 അത് മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് ഗവൺമെന്റ് സുപ്രീം കോർട്ട് ഗവർണറുടെ ഡിലേനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്.
തമിഴ്നാട് ഗവർണറിന്റെ ഒരു ഡിലേ സംഭവിച്ചതിൽ ഈ ഒരു 10 ബില്ല് പ്രസിഡന്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ സംഭവിച്ച ആ ഒരു ഡിലേനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഫെഡറൽ പ്രിൻസിപ്പിളിനെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഓട്ടോണമി ഓഫ് സ്റ്റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറയുന്നത്. ഇതിൽ കുറച്ച് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 200 പറയുന്നത് ഗവർണറുടെ അതോറിറ്റിയാണ്. ആർട്ടിക്കിൾ 200 അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 200 governor to reserve certain bills for the president's consideration relevant in the context of center state relations. ആർട്ടിക്കിൾ 143 എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 143 ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റിന് കോർട്ടിൽ നിന്ന് അഡ്വൈസ് സീക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഈ ഒരു പ്രൊവിഷൻ പറയുന്നതാണ് ആർട്ടിക്കിൾ 143 എന്നുള്ളത്. സോ ഇതിൽ കുറച്ച് ഫെഡറൽ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതില് പ്രധാനമായിട്ട് ഒരു ശ്രീലങ്കൻ മോഡലിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് ശ്രീലങ്കൻ മോഡലില് എങ്ങനെയാണ് ഹൗ ശ്രീലങ്ക കോൺസ്റ്റിറ്റ്യൂഷണലി ഹാൻഡിൽസ് ഡിസ്പ്യൂട്ട് ഓവർ പ്രൊവിൻഷ്യൽ ലോസ് വിയ ജുഡീഷ്യൽ ഒപ്പീനിയൻ ബിഫോർ അസെന്റ്. ഈ ഒരു മോഡല് ഇതിന്റെ ഒരു ശ്രീലങ്കയുടെ ഈ ഒരു രീതി മോഡലാക്കി എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് നമുക്ക് മെയിൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? മെയിൻസിൽ GS2 പൊളിറ്റി ആൻഡ് ഗവേണൻസ് പോർഷനില് ഫെഡറലിസം, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, റോൾ ഓഫ് ജുഡീഷ്യറി, ഇത്രയും ഭാഗത്ത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ് ഇത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ്, സെൻട്രൽ ഗവൺമെന്റ് സൈറ്റ്സ് സ്റ്റാർട്ട് യൂസിങ് ഹിന്ദി വെബ് അഡ്രസ്. അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ പല സൈറ്റുകളും ഇപ്പൊ ഹിന്ദി ഭാഷയിൽ വെബ് അഡ്രസ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്? യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസിന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു എഫേർട്ട് മൂലമാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. അപ്പൊ യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളും കൂടെ വെബ് അഡ്രസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്റർനെറ്റ് കുറച്ചും കൂടെ ആക്സസിബിൾ ആക്കണം, എല്ലാവർക്കും അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് അവർ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. സോ എന്താണ് അപ്പൊ ഈ ന്യൂസ് പറയുന്നത്? ഗവൺമെന്റ് വെബ്സൈറ്റ് ഹിന്ദി URLs യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫോർ ബെറ്റർ ലാംഗ്വേജ് ആക്സസിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കാര്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. സോ ഇതൊരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. സപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക? ടു സപ്പോർട്ട് ഇന്ത്യൻ ലാംഗ്വേജസ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസിൽ നിന്ന് കുറച്ച് ടേംസ് കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇന്റർനാഷണലൈസ്ഡ് ഡൊമൈൻ നെയിംസ്, IDNs. ഈ വെബ് അഡ്രസ്സിൽ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ഒഴികെയുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളൊക്കെ ഉൾപ്പെടുത്താൻ അലോ ചെയ്യുന്ന ഒരു കാര്യമാണ് IDNS എന്ന് പറയുന്നത്. സോ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് പ്യൂണിക്കോഡ്. എന്താണ് പ്യൂണിക്കോഡ്? പ്യൂണിക്കോഡാണ് ഈ നോൺ ലാറ്റിൻ ക്യാരക്ടേഴ്സിനെ ASCII കൺവേർട്ട് ചെയ്യുന്നത് പ്യൂണിക്കോഡാണ്. സോ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ ഡിവൈഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഇന്റർനെറ്റ് വേൾഡിൽ നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാനും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതായിരിക്കും ഈ ഒരു എന്താ പറയാ നമ്മുടെ ലാംഗ്വേജസ്, മദർ ടങ് ഉൾപ്പെടെയുള്ള ലാംഗ്വേജസ് ഇതിൽ വെബ് അഡ്രസ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും ഇങ്ങനെ വെബ് അഡ്രസ്സിൽ നാറ്റീവ് ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റെലവൻസ്? ഈ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ള കുറച്ച് റെലവൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരു ഭാഷ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കും. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു നാഷനാണ്, ഒരുപാട് ലാംഗ്വേജസ് ഉള്ള ഒരു നാഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇതൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്റർനെറ്റ് കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആക്കുന്നതും യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിനൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് ഈസിലി കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. സോ അത്തരം സിറ്റുവേഷനിൽ നാറ്റീവ് ലാംഗ്വേജസ് വെബ് അഡ്രസ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നതിനുള്ള ഒരു വളരെ മികച്ച രീതിയിലുള്ള ഒരു മോഡലായിട്ട് മാറും. പിന്നെ ഇ ഗവേണൻസിൽ
ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആക്കുന്നതിലും മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഇ ഗവേണൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ടന്റ് ആവുന്നത്, മെയിൻസിലെ GS പേപ്പർ 2 ഗവേണൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിലും GSലെ പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ന്യൂസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാസ്പിയൻ സീ ഡിക്ലൈൻ ത്രെട്ടൻസ് എൻഡേഞ്ചേർഡ് സീൽസ്. സോ ഈ ഒരു കാസ്പിയൻ സീയുടെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കാസ്പിയൻ സീയുടെ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന 5 കൺട്രീസ് ആണുള്ളത്. ഖസാക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, ഇറാൻ, അസർബൈജാൻ, റഷ്യ. സോ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ ഒരു ന്യൂസ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ന്യൂസിൽ പ്രധാനമായിട്ടും ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാസ്പിയൻ സീയുടെ വാട്ടർ ലെവൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതായത് ഇവാപ്പറേഷൻ കൂടുതലും ഇൻഫ്ലോനേക്കാൾ കൂടുതൽ ഇവാപ്പറേഷൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഈ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് കൺട്രോളിലും സീ ലെവല് ഏകദേശം 5 to 10 മീറ്റേഴ്സ് വരെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 2100 കൂടിയിട്ട് 21 മീറ്റർ സീ ലെവൽ ഡിക്ലൈൻ ചെയ്യും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇതിന് അപ്പൊ ഇക്കോളജിക്കൽ ഇമ്പാക്ട് എന്തായിരിക്കും? ഇക്കോളജിക്കൽ ഇമ്പാക്റ്റിൽ ഇങ്ങനെ ഒരു സീ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചുരുങ്ങുകയാണെങ്കിൽ ഇതൊരു എൻഡേഞ്ചേർഡ് കാസ്പിയൻ സീലിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ അതിന്റെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട്സിനെ ഇത് ത്രെട്ടൺ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് സ്റ്റേർജൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫിഷ് ആണ്. ഈ സ്റ്റേർജന്റെ റിവർ ആക്സസ് ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യും. സ്റ്റേർജൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇക്കോളജിക്കൽ ഇംബാലൻസിന് കാരണമാവും. മാത്രമല്ല സ്റ്റേർജൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷ് ആണ്. അതിന്റെ എഗ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കാവിയ ഇൻഡസ്ട്രി. ഇത് കാവിയ ഇൻഡസ്ട്രീനെയും എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിന് വൈഡർ എൻവിറോൺമെന്റൽ കോൺസിക്വൻസസ് എന്തായിരിക്കും? ഇപ്പൊ ഇങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ ഒരു ബ്രോഡർ സെൻസിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആയിരിക്കും ഇതിൽ സംഭവിക്കാനുള്ളത്? ഈ ഒരു കോസ്റ്റൽ ലഗൂൺസിന്റെ അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ലോസ് ചെയ്യുന്നതിലൂടെ റീജിയണൽ ബയോഡൈവേഴ്സിറ്റിയിൽ വളരെയധികം നെഗറ്റീവ്ലി ഇമ്പാക്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല ഫിഷിംഗ് ഇക്കോണമീസിനെ ഇത് അഫക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിന്റെ ഈ ഒരു സീയുടെ നിയറസ്റ്റ് പ്ലേസസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈവ്ലിഹുഡിനെ പോലും എഫക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു എൻവിറോൺമെന്റൽ ക്രൈസിസ് എന്ന് പറയുന്നത്. സോ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കീ ടേംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് കാസ്പിയൻ സീ? കാസ്പിയൻ സീ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇൻലാൻഡ് വാട്ടർ ബോഡിയാണ് കാസ്പിയൻ സീ. വേൾഡിലെ ലാർജസ്റ്റ് ഇൻലാൻഡ് വാട്ടർ ബോഡിയാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു കാസ്പിയൻ സീ എന്ന് പറയുകയാണെങ്കിലും ടെക്നിക്കലി അതൊരു ലേക്ക് ആണ്. സോ 5 കൺട്രീസ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ലേക്കാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആ 5 കൺട്രീസ് ഏതെല്ലാം എന്നുള്ളത്. കാസ്പിയൻ സീൽ എന്ന് പറയുന്നത് എന്താ? കാസ്പിയൻ സീൽ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ഡിക്ലൈൻ ചെയ്യുന്നതിലൂടെ കാസ്പിയൻ സീലിനെ ത്രെട്ടൺ ചെയ്യുന്നു, കാസ്പിയൻ സീലിന്റെ ഒരു ലൈഫിനെ ത്രെട്ടൺ ചെയ്യുന്നു നേരത്തെ പറഞ്ഞു. കാസ്പിയൻ സീൽ എന്ന് പറയുന്നത് ഒരു എൻഡേഞ്ചേർഡ് എൻഡമിക് സ്പീഷീസ് ആണ്. കാസ്പിയൻ സീൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണത്. സോ ഇതിന്റെ ഹാബിറ്ററ്റ് ലോസിനും അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ചേഞ്ചസിനെയും ഹൈലി എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സ്റ്റേർജൻ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ മൈഗ്രേറ്ററി ഫിഷ് ആണ്. പ്രധാനമായിട്ടും അത് അറിയപ്പെടുന്നത് അതിന്റെ കാവിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് അത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. സോ കാവിയർ എന്ന് പറയുന്നത് ഒരു അതിന്റെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ആണ്. കോസ്റ്റൽ ലഗൂൺസ് എന്താണ്? കോസ്റ്റൽ ലഗൂൺസ് എന്ന് പറയുന്നത് ഒരു സീയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷാലോ വാട്ടർ ബോഡിനെയാണ് കോസ്റ്റൽ ലഗൂൺസ് എന്ന് പറയുന്നത്. സോ ഇത് ബയോഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ലോക്കൽ ഇക്കോണമി ബേസിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോസ്റ്റൽ ലഗൂൺസ് എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റൽ ലഗൂൺസിന്റെ ലോസ് എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സ്ട്രെസ്സിനെ ഡിപ്പിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇവാപ്പറേഷൻ വേഴ്സ് ഇൻഫ്ലോ ഇതൊരു കീ ക്ലൈമറ്റ് മെട്രിക് ആണ്. ഇൻഫ്ലോനേക്കാൾ കൂടുതലാണ് ഇവാപ്പറേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു വാട്ടർ ബോഡി ചുരുങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം സംസാരിച്ചത് ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിരുന്നു. മെയിൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് നമുക്ക് റെലവെന്റ് ആവുന്നത്? മെയിൻസിലേക്ക് വരുമ്പോൾ GS3 പേപ്പറിലെ എൻവിറോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഈ ഒരു മേഖലയിലാണ് ഈ ഒരു ന്യൂസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ്, ക്വിക്കർ ഇൻഎക്സ്പെൻസീവ് ഇൻഡിജീനിയസ് TB ടെസ്റ്റ് ഡെവലപ്ഡ്. സോ എന്താണ് ഈ ന്യൂസിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു RT ലാബ് അസേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റിയൽ ടൈം ലാബ് അസേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫാസ്റ്റ് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ഹൈലി സെൻസിറ്റീവ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഫോർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ട്യൂബർക്യുലോസിസ്. TB ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ RT ലാബ് അസേ എന്ന് പറയുന്നത്. ഈവൻ 10 DNA കോപ്പീസ് പോലും ഡിറ്റക്ട് ചെയ്യാവുന്ന തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിലവില് RT-PCR ആൻഡ് ജീൻ എക്സ്പേർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു TB ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ അഡ്വാൻറ്റേജ് ഉള്ള ഒരു മെത്തേഡാണ് ഈ RT ലാബ് അസേ എന്ന് പറയുന്നത്. സോ ഇതിൽ RT-PCR പോലെയല്ല, RT ലാബ് ഒരു സിംഗിൾ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതിനൊരു 6 പ്രൈമേഴ്സ് ഉണ്ട്. ഹൈ സ്പെസിഫിസിറ്റി ഉള്ള ഒരു 6 പ്രൈമേഴ്സ് ഉള്ള ഒരു മെത്തേഡാണ് ഈ RT ലാബ് എന്ന് പറയുന്നത്. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡാണ് RT ലാബ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ക്വിക്ലി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു 10 to 20 മിനിറ്റ്സിൽ അവൈലബിൾ ആവുന്ന റിസൾട്ട് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മോർ അഫോർഡബിൾ ആണ്. മാത്രമല്ല ഹയർ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റി ജീൻ എക്സ്പേർട്ട് സിസ്റ്റത്തിനേക്കാളും സ്പെസിഫിസിറ്റിയും ഉള്ള ഒരു മെത്തേഡാണ് RT ലാബ് അസേ എന്ന് പറയുന്നത്. സോ ഇതിന് പ്രധാനമായിട്ടും ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം സിസ്റ്റം സ്കെയിലബിളും ആണ് ഈ ഒരു RT ലാബ് അസേ എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈമിൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ RT ലാബ് അസേ എന്ന് പറയുന്നത്. സോ ഇതിന് CDSCയുടെ അപ്രൂവല് ഉണ്ട്. മാത്രമല്ല ICMRന്റെ വാലിഡേഷൻ പെൻഡിങ് ആണ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ചില കീവേഡ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതെന്തൊക്കെയാ? എന്താണ് ഈ RT ലാബ് അസേ എന്ന് പറയുന്നത്? റിയൽ ടൈം ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ അതാണ് RT ലാബ് അസേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സിംഗിൾ ടെമ്പറേച്ചർ റാപ്പിഡ് മോളിക്കുലർ ടെസ്റ്റ് ആണ് ഫോർ ഡിറ്റക്ടിങ് TB, ട്യൂബർക്യുലോസിസ്, DNA. സോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് ജീൻ എക്സ്പേർട്ട്. എന്താണ് ഈ ജീൻ എക്സ്പേർട്ട്? ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു അപ്രൂവൽ ഉള്ള മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് ഫോർ TB ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻസ്. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല RT ലാബിനേക്കാളും സ്ലോ ആയിട്ട് നിൽക്കുന്ന ഇപ്പൊ ഒരു ഡിറ്റക്ട് ചെയ്യുമ്പോൾ RT ലാബിനേക്കാളും സ്ലോ ആയിട്ട് നിൽക്കുന്ന ഒരു ടൂളാണ് ഈ ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു CDSCയുടെ അപ്രൂവല് RT ലാബ് അസേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ CDSCO എന്ന് പറയുന്നത്? സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അതൊരു നാഷണൽ റെഗുലേറ്ററി ബോഡിയാണ് ഫോർ ഡ്രഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് അപ്രൂവൽസ്. ഒരു ഡ്രഗ് ഒക്കെ അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഈ CDSCO എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. സോ ICMRന്റെ പെൻഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ICMR എന്ന് പറയുന്നത്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. സോ ഒരു ബയോമെഡിക്കൽ റിസർച്ചിനും അതുപോലെ തന്നെ വാലിഡേഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഇൻ ഇന്ത്യയിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡിയാണ് ICMR എന്ന് പറയുന്നത്. സ്മിയർ മൈക്രോസ്കോപ്പി. എന്താണ് ഈ സ്മിയർ മൈക്രോസ്കോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്, ബട്ട് ലെസ് സെൻസിറ്റീവ് TB ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ആണ്. പക്ഷെ എന്താ പറയുക, ട്രഡീഷണൽ ആണെങ്കിൽ കൂടെ വൈഡ്ലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്മിയർ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ TB.
2070 തൊട്ട് 2025 വരെയുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ്. പ്രധാനമായിട്ടും ഇതിന്റെ എയിം എന്ന് പറയുന്നത് TB ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. വിത്ത് എ മേജർ ഫോക്കസ് ഓൺ ഷിഫ്റ്റിംഗ് ഫ്രം സ്മിയർ ടു മോളിക്കുലാർ ടെസ്റ്റിംഗ്. നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്, മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസ് എങ്ങനെ നമുക്ക് റെലവെന്റ് ആവുന്നു എന്നുള്ളതാണ്. അല്ല, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസ് എങ്ങനെ നമുക്ക് റെലവെന്റ് ആവുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസ് നമുക്ക് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ്. സോ മെയിൻസ് പെർസ്പെക്റ്റീവില് GS2 ഗവേണൻസ്, ഹെൽത്ത് ആൻഡ് വെൽഫെയർ സ്കീംസ്, അതായത് ഹെൽത്ത് സെക്ടർ റിഫോംസ്, ഗവൺമെന്റ് സയന്റിഫിക് കൊളാബറേഷൻസ്, ഇന്നോവേഷൻസ് ഇൻ പബ്ലിക് ഹെൽത്ത്, റോൾ ഓഫ് ടെക്നോളജി ഇൻ ഗവേണൻസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു ഭാഗമാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. GS3 സയൻസ് ആൻഡ് ടെക്കില് ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി, ബയോടെക്നോളജി ഇൻ ഹെൽത്ത്, അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ എവറിഡേ ലൈഫ്, ഇത്രയും ഏരിയയിൽ നിന്ന് GS3 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ലാസ്റ്റ് ആയി നമ്മൾ നോക്കുന്ന ന്യൂസ്, ഹൗ വിൽ ജനറ്റിക് മാപ്പിംഗ് ഓഫ് ഇന്ത്യൻസ് ഹെൽപ്പ്. സോ എന്താണ് ഈ ഒരു ന്യൂസിന്റെ ബേസ് എന്ന് നമുക്ക് നോക്കാം. ജിനോം ഇന്ത്യ പ്രൊജക്ടിന്റെ ഫൈൻഡിങ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. അതായത് ഇത് പബ്ലിഷ് ചെയ്യുന്നത് നേച്ചർ ജെനറ്റിക്സ്, April 8 നേച്ചർ ജെനറ്റിക്സ് ആണ് ഈ ഒരു പ്രൊജക്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു 9772 ഇൻഡിവിജ്വൽസിന്റെ ജിനോം ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണ് ജിനോം ഇന്ത്യ പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ ബേസിക്കലി മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇൻഡോ യൂറോപ്യൻ, ദ്രവീഡിയൻ, ആസ്ട്രോ ഏഷ്യാറ്റിക് ആൻഡ് ടിബറ്റോ ബർമൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്. എന്നിരുന്നാൽ ഏൻഷ്യൻ ആൻഡമനീസും അതുപോലെ തന്നെ 2 അതർ മോഡേൺ ഗ്രൂപ്പ്സും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഈ ഒരു പ്രൊജക്ടിന്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 180 മില്യൺ മ്യൂട്ടേഷൻസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. എന്താണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസത്തിന്റെ DNA സീക്വൻസിൽ സംഭവിക്കുന്ന ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് 180 മില്യൺ മ്യൂട്ടേഷൻസ് ആണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 130 മില്യൺ എന്ന് പറയുന്നത് നോൺ സെക്സ് ക്രോമസോമിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി 50 മില്യൺസ് എന്ന് പറയുന്നത് XY ക്രോമസോമിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ സ്പെസിഫിക് ജെനറ്റിക് വേരിയേഷൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു എന്തായിരിക്കും ഒരു പ്രൊജക്ടിന്റെ റെലവൻസ് എന്ന് പറയുന്നത്? പ്രിസിഷൻ മെഡിസിൻ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് അഫോർഡബിൾ ഡയഗ്നോസ്റ്റിക് ടൂൾ ആൻഡ് ടാർഗറ്റഡ് പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഇൻ ഇന്ത്യ, ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത് എന്നുള്ളത് നോക്കാം. ചില കീ ടേംസ് നമുക്ക് UPSC പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആയി വരുന്നതാണ്. സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഡോഗമി. എന്താണ് ഈ എൻഡോഗമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? എൻഡോഗമി എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ ഒരു എത്നിക് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ മാരി ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. സോ അതായത് സെയിം കാസ്റ്റിൽ പെട്ട, സെയിം റിലീജിയനിൽ പെട്ട, സെയിം എത്നിക് ഗ്രൂപ്പിൽ പെട്ട ആളുകൾ മാരി ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് എൻഡോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു എൻഡോഗമി ചില യുണീക്ക് ജെനറ്റിക് മ്യൂട്ടേഷൻസ് പോലുള്ള ജെനറ്റിക് ട്രേറ്റ്സിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ രണ്ടാമതായി നമ്മൾ നോക്കുന്ന ടേം ജിനോമിക് സീക്വൻസിങ്. എന്താണ് ഈ ജിനോമിക് സീക്വൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജിനോമിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് DNA സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ജിനോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു DNA ന്യൂക്ലിയോടൈഡ്സ് ATCG പോലുള്ള ന്യൂക്ലിയോടൈഡ്സിന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത്. സോ ഫെനോടൈപ്പ്. എന്താണ് ഫെനോടൈപ്പ്? ഫെനോടൈപ്പ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫെനോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസിബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം ഇതിനെ റെഫർ ചെയ്യുന്നതാണ് ഫെനോടൈപ്പ് എന്ന് പറയുന്നത്. വിസിബിൾ ട്രേറ്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം, ഇതിനെയാണ് ഫിനോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഹൈറ്റ്, ഐ കളർ, ബ്ലഡ് ടൈപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ റെഫർ ചെയ്യുന്നതാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഫെനോടൈപ്പില് ജീൻസ് എങ്ങനെയാണ് ഈ ഒരു ട്രേറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആൻഡ്
എൻവിറോൺമെന്റ് എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ജീൻസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, എൻവിറോൺമെന്റ് എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു ഫിനോടൈപ്പിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജീനായിരിക്കും മേ ബി ഒരാളുടെ പൊട്ടൻഷ്യൽ, ഒരാൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജീനായിരിക്കും. പക്ഷെ ന്യൂട്രീഷൻസ് ആയിരിക്കും അത് ആ ഒരു പൊട്ടൻഷ്യൽ ഹൈറ്റിലേക്ക് ആ വ്യക്തി എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ന്യൂട്രീഷൻസ് ആയിരിക്കും. സോ ഈ ഒരു രണ്ട് കമ്പണൻസ് ആണ് ഈ ഒരു ഫെനോടൈപ്പിൽ വരുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിരുന്നു. അപ്പൊ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു വാർത്ത നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്, ഇതിന്റെ റെലവൻസ് എന്താണ്? മെയിൻസില് GS പേപ്പർ 1 ജനറൽ സയൻസ് പേപ്പറിലും GS പേപ്പർ 2 ഹെൽത്ത് ആൻഡ് വെൽഫെയർ പേപ്പറിലും മാത്രമല്ല GS പേപ്പർ 3 എൻവിറോൺമെന്റ് ആൻഡ് ഇക്കോളജി പേപ്പറിലും നമുക്ക് ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഇത്തരം ന്യൂസ് ആണ് ഇന്ന് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ അടുത്ത സെഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.